തുടർച്ചയായ അഞ്ചാമത്തെ അന്വേഷണമാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതിൽ ഈ വിഷയത്തിലാണ് കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് കാലത്ത് ശബരിമല സന്നിധാനത്ത് ജോലി ചെയ്തിരുന്ന ചില ജീവനക്കാരുടെ സാമ്പത്തിക ഇടപാടുകളിൽ ചില സംശയങ്ങൾ ദേവസ്വം വിജിലൻസിന് തോന്നുകയും അവർ അതിന്റെ പ്രാഥമികമായ വിവരങ്ങൾ ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തു. ആ ഘട്ടത്തിലാണ് വിശദമായ പരിശോധനയ്ക്ക് നിർദ്ദേശിച്ചത്. അതായത് 2 ദിവസത്തിൽ മാത്രം 14 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻസ് ഈ ശബരിമലയ്ക്ക് സമീപമുള്ള പോസ്റ്റ് ഓഫീസ് വഴി നടന്നിട്ടുണ്ട്. അതിൽ ചില ജീവനക്കാരുടെ ട്രാൻസാക്ഷൻസ് 25,000 മുതൽ 1 ലക്ഷം രൂപ വരെയാണ്. ഇതിലെല്ലാം വലിയ അസ്വാഭാവികതയുണ്ട് എന്നാണ് വിജിലൻസിന്റെ പ്രാഥമികമായ കണ്ടെത്തൽ. അതിന്മേൽ 3 ആഴ്ചക്കകം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ദേവസ്വം ബെഞ്ച് ആവശ്യപ്പെട്ടിരുന്നു. ആ റിപ്പോർട്ടാണ് ഇന്ന് ഹൈക്കോടതിക്ക് മുമ്പാകെ എത്തുക. ഇതിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ, ഇത് ഏത് തരത്തിലാണ് ഇത്തരത്തിൽ ഇവർക്ക് പണം ലഭിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെ അറിയിക്കും. അതിനുശേഷമായിരിക്കും ഇതിലൊരു വിശദമായ തീരുമാനത്തിലേക്ക് കോടതി പോകുക. അത് ആ റിപ്പോർട്ട് പരിഗണിച്ച ശേഷം. പൊട്ടിയപ്പൊടി പൊക്കിയതോടുകൂടി എല്ലാ അണ്ണന്മാരും ഇപ്പോൾ കുടുങ്ങിക്കൊണ്ടിരിക്കുക. എല്ലാവന്മാരും ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടത്തെ നിൽക്കുന്ന അവിടെ പൂജ ചെയ്യുന്ന പൂജാരി തൊട്ട് അവിടെ സാധാരണ ക്ലീൻ ചെയ്യുന്ന വ്യക്തികൾ വരെ കുടുങ്ങും എന്നുള്ള രീതിയിൽ യാതൊരു സംശയവും കാര്യങ്ങളോ ഇല്ല. എന്തൊക്കെ കഴിഞ്ഞാലും എന്ന് പോറ്റിയെ പൊക്കിയോ അന്ന് തുടങ്ങി മറ്റ് ജീവനക്കാരുടെ കഷ്ടകാലം.